ചെയ്യുമ്പോൾ So we go push her, man. What is this? No, I don't want to touch this person, man. സദ്യ ഉണ്ടെന്നറിഞ്ഞ് ഉണ്ണാനെത്തിയ ഒരു യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചു എന്നൊരു പരാതി വന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ സാറേ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു സാമ്പാറും വിളമ്പിയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോയാൽ ചങ്ങനാശ്ശേരി പെരുന്നാക്കാരനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചോദിച്ചു പോയി. ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഓണാഘോഷമൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൗതുകമുള്ള വാർത്തകൾ വരുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നല്ല കൗതുകമുള്ള ട്രോൾ വീഡിയോസൊക്കെ ഇറങ്ങാറുണ്ട്. ഈ രണ്ട് വാർത്തകൾ കണ്ടിട്ട് ചിരിക്കണോ കരയണോ ദേഷ്യമാണോ വരുന്നത് എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഒരു സംഭവം നടന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അവിടെ മൊണാർക് സെറനിറ്റി എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ പൂക്കളം ഇട്ടു. ഓണമൊക്കെ ഇട്ട് പൂക്കളിട്ട് ഓണത്തിൻ്റെ ദിവസം ഇട്ടിരിക്കുന്നത് മറ്റൊരു ദിവസമാണ്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, പ്രവാസികളായ ആളുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം മുതൽ ഡിസംബർ വരെ ഓണാഘോഷം, ഡിസംബർ തുടങ്ങി ഓണം വരെ ന്യൂ ഇയർ ആഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം. ഇതാണ് പരിപാടി. അതിങ്ങനെ പല പല അസോസിയേഷനായിട്ട് ഒരാഴ്ചയിലും പരിപാടി വന്നിട്ടിരിക്കും. അപ്പോൾ ഏത് ദിവസം ഓണാഘോഷിക്കും, ഏത് ദിവസമാണ് പൂക്കളിടുന്നതിനൊന്നും ഒരു നിയമമൊന്നുമില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ എല്ലാവരുടെയും ഒരു സൗകര്യമൊക്കെ നോക്കി എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഓണാഘോഷിക്കുന്നത്. അതനുസരിച്ചിട്ട് അവിടുത്തെ കോമൺ ഏരിയയിൽ കുട്ടികൾ ഒരു പൂക്കളം ഇട്ടു. കോമൺ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോബി ആകാം, പോർട്ടിക്കോ ആകാം, അല്ലെങ്കിൽ പ്ലേ ഏരിയ ആകാം, എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ പോയിട്ട് കുട്ടികൾ പൂക്കളിട്ടു. പൂക്കളം അത്യാവശ്യം നല്ല വലിയ പൂക്കളിട്ടിരിക്കുന്നത്. ആ പൂക്കളത്തിൻ്റെ മേളിൽ കയറിയിട്ടാണ് ഇവർ ഈ കാളിയമർദ്ദനം നടത്തുന്നത്. ഇനി പെണ്ണുമ്പുള്ള തിരുവാതിരക്ക് ചെസ് നമ്പർ അടിച്ച് കയറിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ മേളിൽ കയറുന്ന ഒന്നാം തരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്വാഭാവികമായ പ്രതികരണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വർഷം ഒന്ന് തള്ളിയെങ്കിലും മാറ്റാതെ ഇന്ന്. കാരണം ഈ പിള്ളേർ കഷ്ടപ്പെട്ട് ഇടുന്ന പൂക്കളിടുന്ന കഷ്ടപ്പാട് നമുക്കറിയാമല്ലോ. ഈ പൂക്കൾ മുഴുവൻ കട്ട് ചെയ്യണം, അത്രയും വലിയ കളത്തിൽ കുത്തിയിരുന്ന് ഇടണം, വരക്കണം. ഇതൊക്കെ ഒന്നൊന്നര പണിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ പൂക്കളത്തിൽ കയറി നിന്നാണ് ഈ ചേച്ചി നിന്ന് അപരാധം കാണിക്കുന്നത്. ആരായാലും അവരാ കളത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി പോകും. പക്ഷെ അവർ വളരെ സംയമനത്തോടാണ് ആ കാര്യം ഹാൻഡിൽ ചെയ്തത്. അതിന് അവർക്കൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ആ സംഭവമാണ് ഒന്നാമതായിട്ട് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഹമ്പട നല്ല അനുസരണയുള്ള കൊച്ച്. ബാക്കോട്ട് ഇറങ്ങാൻ പറഞ്ഞ അപ്പം തന്നെ മുന്നോട്ട് കയറി നിൽക്കുകയാണ്. ഈ വീഡിയോ ഇവരുടെ പാരൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നമസ്കാരം. നല്ല അനുസരണയോടെയാണ് മക്കളെ വളർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പെണ്ണും പിള്ള ഓണസദ്യക്ക് ഇരുന്നപ്പോൾ പായസം വിളമ്പിയിട്ടില്ല, അല്ലെങ്കിൽ പായസത്തിന് പപ്പടം കൊടുത്തിട്ടില്ല. അതിൻ്റെ കലിപ്പ് തീർക്കണായിരിക്കും. അതല്ലെങ്കിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കല്യാണം കഴിച്ചാണെന്നുണ്ടെങ്കിൽ കിട്ടിയ നല്ലൊരു സ്പെഷ്യൽ വിഭവം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവർ രുചി നോക്കാൻ വേണ്ടി കൈനീട്ടി ചെന്നപ്പോഴേക്കും അയാൾ അമ്മായിമ്മക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും കലിപ്പ്. അല്ലാതെ നോർമലായിട്ട് ചിന്തിക്കുന്ന ആരും വന്ന് ഇതുപോലുള്ള അപരാധം കാണിക്കില്ല. ഒരു കോമൺ ഏരിയയ്ക്ക് ആകുമ്പോഴേക്കും ഇതൊക്കെ സ്വാഭാവികമാണെന്ന്. നമ്മളിലൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ കോമൺ ഏരിയ ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്തു വെക്കുന്നത്? ക്രിസ്മസ് വരുമ്പോൾ അവിടെ ഒരു ട്രീ എടുത്ത് വെക്കും, ദീപാവലി ആകുമ്പോൾ ദീപങ്ങളൊക്കെ തെളിച്ചു വെക്കും, ഗണേശ ചതുർത്ഥി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 ദിവസം ഗണേശന്റെ വലിയൊരു പ്രതിമയൊക്കെ എടുത്തു വെച്ച് അവിടെ ഒരു അമ്പലം പോലെയൊക്കെ ആക്കി എടുത്തിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെക്കും. ഇതൊക്കെ എല്ലാ കമ്മ്യൂണിറ്റി ഉള്ളതാണെന്നേ. ഓട്ടെ, ആ കളവിട്ടിരിക്കുന്ന ദേവിക്ക് നടന്നു പോകാനുള്ള വഴി വെച്ചിട്ടാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് കയറാണ് ഈ കിടാവ് കയറി നിന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നത്. വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ അവരെ മൂക്ക് കൊണ്ട് അവിടെ പൂക്കളം വരച്ചേനെ സത്യത്തിൽ. നിങ്ങളുടെ തോന്നുവാസം നിങ്ങളെ കാണിക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ തമ്മിൽ സമയമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പെരുമാറുന്ന ഞങ്ങൾ പെരുമാറില്ല. നിങ്ങളെ ബിഹേവ് ലൈക്ക് എ യു ഡു. കൈൻഡ്ലി സ്റ്റെപ്പ് ഔട്ട്. ഇവരെ റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. പിന്നോട്ടെടുക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ടെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്.
അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ രഞ്ജി പഠിക്കുന്ന സിനിമയിലെ പോലെ CRP സെക്ഷൻ 108 IPC സെക്ഷൻ 317 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെക്ഷൻ പറഞ്ഞിട്ട് അപ്പാർട്ട്മെന്റിലെ റൂളാണ് ഈ പറയുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ എല്ലാവരും പരസ്പരം അംഗീകരിച്ചുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്, അത് ആ കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു നടത്തിപ്പിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പല നീക്കുവെക്കളും എല്ലാവരും ചെയ്യുമെന്നേ. ഞാനൊരു ഇൻഡിപെൻഡന്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സമയത്ത്, ഇൻഡിപെൻഡന്റ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റ് അപ്പാർട്ട്മെന്റ് പോലെ അത്ര വലുതായിരിക്കില്ല. കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് താമസിച്ചത് ഒരു ഭക്തരായ ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ അത് രാവിലെ എഴുന്നേറ്റ് മണിയൊക്കെ അടിച്ചിട്ട് ഈ വാതിക്കൽ കൊണ്ടുവന്ന് കോലമിട്ട് വെക്കും. നമ്മളൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വിയറ്റ്നാം കോളനിയിൽ ഇന്നസെന്റ് പോകുന്ന പോലെ ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടാന്ന് അറിയാൻ പാടില്ല. പുള്ളിക്കാരൻ കളത്തിന്റെ വലിപ്പം കുറച്ചതായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത്. പല റൂൾസും ഉണ്ടാവുന്നേ. രാത്രി 9 മണിക്ക് ശേഷം ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഗണേശ ചതുർത്ഥി 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നു. ആളുകൾ രാത്രി പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കും. അതൊക്കെ മറ്റുള്ളവർക്കും അറിയാം. ഒരു ആഘോഷം വരുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ദീപാവലി ആകുമ്പോൾ പടക്കം പൊട്ടിക്കും, ഹോളി ആകുമ്പോൾ കളറെടുത്ത് വീശും. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മളെല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ ജോലിക്ക് പോകണമെന്ന് നമ്മൾ പറയും, ജോലിക്ക് പോവാണ് കളറടിക്കില്ലെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാറുമില്ല. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയിലാണ് ഇവർ IPC സെക്ഷൻ CRPC സെക്ഷൻ ഇന്ത്യൻ ഭരണഘടനയൊക്കെ വെച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ അപ്പാർട്ട്മെന്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. എന്താ ചെയ്യേണ്ടി ഇവരെയൊക്കെ? Have you booked this place for your people to sit here? Have you booked it? There is no booking for lobby because Then you don't tell us where to put. Wait, I have booking from 1 to 4. now you go sit now then. Go sit inside. We are okay. We will give you the party hall at 1 o'clock. Go sit there. Go sit there. അപ്പൊ അവർക്കറിയാം ഇവിടെ ബുക്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നു. ഇത് വെറുതെ ചൊറിയാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ 2 ഫാമിലി തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പൂക്കളെ വിട്ട ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുടെ ഡിപ്പെൻഡ് എന്തെങ്കിലും വിഷയം ഉണ്ടാവും. അല്ലാതെ ഇതൊക്കെ ഒന്നും പൊക്കിപ്പിടിച്ച് വരേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ അപ്പാർട്ട്മെന്റിലുണ്ട് ഇതുപോലെ കുറെ ചൊറിയന്മാരും ചൊറിയത്തികളും. അവർ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിക്ക് വരെയുമില്ല പല കാര്യങ്ങൾക്കും. ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇരുന്ന് കുളമാക്കാൻ എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പം ആ ലോബിയിൽ അത് ബുക്ക് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അവരോട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിക്ക് വരുമ്പോൾ ആൾക്കാർ അതൊക്കെ ചെയ്യും. നമ്മളതൊക്കെ അറിഞ്ഞും കണ്ടും ജീവിക്കണം. അല്ലാതെ ഈ പൂക്കളത്തിന് നടുക്കേറി നിൽക്കല്ല ചെയ്യുന്നത്. ആ ചേച്ചിയുടെ നിപ്പ് കണ്ടെത്തുന്ന അവരാണ് ഓണത്തപ്പനെന്ന്. അതുകൊണ്ട് അവർ നിർത്തിയില്ല കേട്ടോ. അവർ 1.5 അപരാധമാണ് ഏറ്റവും അവസാനം കാണിച്ചത്. Remove right away. What you will remove it right away. We will show where you have to. Oh, you show. Yeah. Just make sure that all whatever how much of an apartment you have, everything is there. So we go push her, man. What is this? No, I don't want to touch this person, man. We will circulate a madness. That's it. We will circulate a madness. ഇവളി പൊട്ടത്തരം മണ്ടത്തരം പട്ടത്തരമൊക്കെ നാട്ടുകാർ മുഴുവൻ കാണിക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഇവർ ഈ ആക്ടിവിറ്റി കാണിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക്കിൽ മറ്റേ വയലിൻബീഡും പരിപാടിയുടെ മ്യൂസിക് ഇട്ട് കൊടുക്കാറുണ്ട്. അതിനെന്തോ ഇതിനെന്താരോ മ്യൂസിക് ഇട്ട് കൊടുക്കാൻ തോന്നി. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ നെല്ലുണക്കാനിടുമല്ലോ. നെല്ലുണക്കാനുണ്ട്, അല്ലെങ്കിൽ അരി ഉണക്കാനിടും, മുളക് ഉണക്കാനിടും. അപ്പൊ അതിന്റെ 2 വശവും ഉണങ്ങുന്നതിന് വേണ്ടി അപ്പൊ ചില സൈഡിൽ വെയിൽ കൊണ്ടിടണം, ചില സൈഡിൽ വെയിൽ കൊണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാ സ്ഥലവും വെയിൽ കൊള്ളിക്കുന്നതിന് വേണ്ടി ആ ഉണക്കാനിട്ട പായൽ കയറുന്നിട്ട് ആൾക്കാർ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെല്ല് വകഞ്ഞു കൊടുക്കും. നെല്ലോ അല്ലെങ്കിൽ അരിയോ ഉണക്കമുളക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വകഞ്ഞു കൊടുക്കും. അവരിനി അവരിനി എങ്ങാനും നെല്ലുണക്കാനിട്ടിരിക്കുന്നത് തെറ്റിദ്ധരിച്ചാണ് കയറുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നെല്ലുണക്ക് നല്ല എക്സ്പെർട്ടാണെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം നന്നായിട്ട് പൂക്കളൊക്കെ ഉണക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ത്രീകളൊക്കെ എന്താ ചെയ്യുക? നിയമപരമായിട്ട് നേരിടണമെങ്കിൽ നേരിടാൻ പറ്റും. കാരണം നമ്മളുടെ IPC അനുസരിച്ചിട്ട്, പഴയ IPC അനുസരിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു വയലൻസോ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ ഫോർ വയലൻസോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പിടിച്ച് അകത്തുറന്നാ പറയുന്നത്. ഇപ്പൊ ഇവര് കാണിക്കുന്ന സത്യത്തിൽ മഹാപോക്രിതരാണ്, ശുദ്ധ പോക്രിതരാണ് കാണിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ ആർക്കായാലും ഇറിറ്റേഷൻ തോന്നുന്നു അങ്ങോട്ട് അടിയാവാനായിട്ട്. വേണേ ആ സെക്ഷനൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തെ പിടിച്ച് അകത്തടേ വീഡിയോ കൊണ്ടേ കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ അവർ പറയാൻ മാന്യന്മാരാണ് കേട്ടോ. അയാളെ തള്ളി തെറിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ അവർ പറയണം എൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവളുടെ ഈ വട്ടത്തറ നാട്ടുകാർ കാണട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാവരും കണ്ടു. ബാംഗ്ലൂരിലുള്ള എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇവർ വീഡിയോ ഉണ്ട്. പിന്നെ എല്ലാ ചാനലിലും അത്യാവശ്യം ഈ വീഡിയോ വന്നിട്ടുണ്ട്.
പലരും പറയുന്നത് ഒന്നല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ വല്ല മാനസിക സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമൊക്കെയോ അല്ലെങ്കിൽ വല്ല മദ്യലഹരിയിലോ കാണുന്നതാണ് പറയുന്നത്. എന്ത് പണ്ടാരായാലും ശരി, കാണിച്ചു കൂട്ടിയത് മഹാപോക്രിത്തരമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാന്ന് വെച്ചാൽ അത് കമന്റായിട്ട് ഇടുക. ഇനി രണ്ടാമതൊരു സംഭവം അതിങ്ങ് കേരളത്തിലാണ് നടന്നത്. എറണാകുളത്തെ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഹോട്ടലാണെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ കയറിയ ഒരു ദൗർഭാഗ്യവാന്റെ കഥയാണ്. സത്യത്തിൽ ഇത് കോമഡിയായിട്ട് പറയുന്നുണ്ടെങ്കിലും ആൾക്ക് നല്ല പെട കിട്ടിയെന്ന് കേട്ടത്. പുള്ളിക്കാരൻ ഉത്രാടം, അതായത് 1ാം ഓണത്തിന്റെ ദിവസം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ക്യാൻറ്റീനിലേക്ക് കയറി ചെന്ന് അവിടെ പോലീസുകാരുടെ ഓണാഘോഷം നടക്കുകയായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് പുള്ളി അവിടെ ചെന്നിട്ട് സദ്യ കിട്ടുമെന്ന് ചോദിച്ചെന്ന് മനസ്സിലാവുന്നില്ല. വേറെ ഏതൊക്കെ സ്ഥലവിൽ ഓത്തുണ്ടായിരുന്നു സദ്യ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട്. പോട്ടെ, അത് ഉത്രാടമല്ലേ, അയാൾ അടുത്ത ദിവസമല്ലേ ഓണസദ്യ കഴിക്കാൻ പോകേണ്ട കാര്യമുള്ളൂ. പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് ഓണസദ്യ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഉത്രാട ദിനത്തിലായിരുന്നു ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷൻ്റെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവർ ഓണാഘോഷത്തിൻ്റെ പരിപാടി വൈൻഡപ്പിൻ്റെ സമയമായിരുന്നു. വൈൻഡപ്പ് എന്ന് പറയുമ്പോൾ അവർ മുണ്ടും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പോലീസുകാരാണെന്ന് അറിയാനും പറ്റിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ സാറേ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടു. തന്നെ മേലോട്ട് കയറ്റി വിട്ട് നേരെ കയറി ചെന്ന് കഴിയുമ്പം പിന്നീട് നീ എന്തോ മണമില്ലാത്ത എന്തോ വസ്തുവാണോ നീ കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ അകാരണമായിട്ട് ഒരു 10ഓളം പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അവന് മനസ്സിലായില്ല പോലീസുകാരാണത്. പിന്നെ പോലീസ് സ്റ്റേഷന്റെ ക്യാൻറ്റീനിൽ ആരാണെന്ന് വിചാരിച്ചത് ഓണം വെക്കേഷൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ പിള്ളേരാണെന്ന്. സംഗതി പുള്ളിക്കാരൻ അവിടെ ചെന്ന് ചോദിച്ചു, ഓണസദ്യ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓണസദ്യ വേണമെന്ന് ചോദിക്കണമെന്ന് തന്നെ പുള്ളിക്കാരൻ ഏത് ലെവലാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്ന പുള്ളി നൈസായിട്ട് വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇയാൾ ആരുടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സാധ്യതയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ നടന്നു എന്നുള്ളവരെ അറിയില്ല. ഓണസദ്യ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഓണസദ്യ ഉണ്ട്, ചെന്ന് കയറി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചെന്ന് കയറി കൊടുത്തു. പോലീസുകാരെടുത്ത് നൈസായിട്ട് പൊട്ടിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ്. ഇയാൾ പറയുന്നത് നല്ല രീതിക്ക് ഒരു 10 പോലീസുകാരോളം ചേർന്ന് നല്ല രീതിക്ക് കുനിച്ചു നിർത്തി കൂമ്പിന് സദ്യ കൊടുത്തെന്നാണ് പറയുന്നത്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയ എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് അവർ സദ്യ കൊടുത്തു. നീ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മറ്റേ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസ് പറയുന്ന പോലെ ഈ സദ്യയും കഴിച്ച് കുറിപ്പടിയും കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ നീ സദ്യ കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു പോലീസുകാർക്ക് സദ്യ കൊടുത്തു. ഇല ഇട്ട് ചോറ് വിളമ്പി, കുറച്ച് ഒരു കറിയും വിളമ്പി, പിന്നെ ഒരു സാമ്പാറും വിളമ്പിയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോയാൽ. ചങ്ങനാശ്ശേരി പെരുന്നാക്കാരനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചോദിച്ചു പോയി. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആരെങ്കിലും പരിപ്പിന്റെ കാര്യം പറയുമോ ചേട്ടാ? അടിച്ച് പരിപ്പെടുക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു സാറേ പരിപ്പുണ്ടോയെന്ന് കേട്ടപ്പോൾ അവർ കേട്ടാൽ സാറേ പരിപ്പിളൊക്കെ തരുമെന്നായിരിക്കും. അതായിരിക്കും പിന്നെയും പിടിച്ചിട്ട് പൊട്ടിച്ചത്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കോ, ഇയാൾ സദ്യ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് ഇടി മേടിച്ചു എന്ന് ഇയാൾ പറയുന്നു. ഇടിച്ചതെന്ന് പോലീസുകാരും പറയുന്നുണ്ട്. ഇനി ഇടിച്ചെന്ന് വിചാരിക്കട്ടെ ഇയാളെ. ഇടിച്ച കാര്യം കഴിഞ്ഞാൽ ഒരു സദ്യ കൊടുക്കുമ്പോൾ ആ സദ്യ കഴിക്കാനിരിക്കുമ്പോൾ ആരെങ്കിലും നല്ല ബോധത്തിൽ ചോദിക്കുമോ പരിപ്പുണ്ടോന്ന്? കിട്ടിയതും കഴിച്ച് എങ്ങനെയെങ്കിലും അവിടെ നൂരിപ്പോരാനല്ലേ നോക്കുള്ളൂ. ഇയാൾ പരിപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ മൈൻഡ് വേറെ തന്നെ ആയിരിക്കണം. എനിക്ക് തോന്നണത് നേരത്തെ പറഞ്ഞ പോലെ നൈസായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ആ ഒരു ഓളത്തിനാണ് പുള്ളി ഇടിയൊക്കെ പുള്ളിക്ക് ആവിയായിട്ടായിരിക്കും തോന്നിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി കഴിക്കാൻ തുടങ്ങിയപ്പോഴും അതെന്താ പരിപ്പില്ലാത്തത്? പരിപ്പ് പറയുമ്പോൾ സാറെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പരിപ്പില്ലാത്തതുകൊണ്ട് ഇവന് ഇടിച്ചവർ പരിപ്പിളക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കോൺടാക്റ്റുകളൊന്നുമില്ല. എനിക്ക് വീട്ടിൽ അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാരണം കൊണ്ട് അവർ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു മൊബൈൽ, ഈ ഫോൺ പോലീസുകാർ വാങ്ങി. അതെ, ഈ ഫോണ് പുതിയ ഫോണല്ല, സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. അവർ മേടിച്ചു തന്നതാണ്. പക്ഷേ എൻ്റെ കോൺടാക്റ്റുകളൊന്നുമില്ല. എനിക്ക് മുന്നോട്ട് എൻ്റെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ. അതെനിക്ക് മനസ്സിലായല്ലോ. ഇവൻ പറയുന്നില്ല എന്തായാലും പോലീസുകാർ ഫോൺ പിടിച്ചു വെച്ചെന്നോ അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഫോൺ പോയെന്നോ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ നമ്മളുടെ സംശയം ബലം വെക്കുന്നൊരു കാര്യമാണിത്. സ്വബോധത്തോടെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടികിട്ടി കഴിഞ്ഞാൽ, സദ്യ കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഫോൺ എവിടെയെന്ന് അന്വേഷിക്കേണ്ട സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പോലീസുകാർ എന്തടിസ്ഥാനത്തിലാണ് ഫോൺ മേടിച്ചു കൊടുത്തതെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. ഇനി എങ്ങാനും ഇവർ ഇടിച്ചിട്ട് ആ കാര്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോളാന്നറിയില്ല. രണ്ടാമത് ഇവൻ പറയുന്നത് കോണ്ടാക്റ്റൊക്കെ പോയെന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണ ഇതിൽ സ്മാർട്ട് ഫോണൊക്കെ ഇപ്പോൾ കോണ്ടാക്റ്റ് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് കോണ്ടാക്ട്സ് സിങ്ക് ഡിസേബിൾ ചെയ്യണം. അതല്ലാത്ത സ്ഥിതിക്ക് കോണ്ടാക്ട്സ് ഒക്കെ നേരെ ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് അത് സിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതേ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട്സ് ഒക്കെ ഫോണിൽ വരികയും ചെയ്യും. ഇത് പണ്ടത്തെ നോക്കിയ 1100 കാലഘട്ടമൊന്നും അല്ലല്ലോ ഇത്. ഈ ഫോണിൽ നോക്കി കോണ്ടാക്റ്റ് ഒക്കെ ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്തെടുക്കാൻ.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആളടിച്ച് ലെവലില്ലാതെയാണ് ചെന്ന് കയറി കൊടുത്തത്. എന്തായാലും പുള്ളിയുടെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ശരീരം മൊത്തം അവർ ഇടിച്ചിട്ടുണ്ട്. ഫുള്ള് പുറകിലും സൈഡിലും കുനിച്ചിരുന്ന് ഞാൻ പിന്നീട് അവിടെ ഇരുന്നു പോയി. എന്നെ പറവൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ ECG ഒക്കെ ചെക്ക് ചെയ്തപ്പം ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഡോക്ടർ പറഞ്ഞ ഇവിടെ കിടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പെട്ടുപോയത്. അതായത് അവിടെ 2 മണിക്കൂറെങ്കിലും ഇയാൾ ECGക്ക് വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആശ. അപ്പം ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട്, വീട്ടിൽ അറിയിക്കാൻ പറയണം, എനിക്കൊരു പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്, വീട്ടിൽ അറിയിക്കാൻ പറയണം. വീട്ടിൽ അറിയിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷമം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആശുപത്രി ഡിസ്ചാർജ് ചെയ്ത് പോയായിരുന്നു? അല്ല, എന്നെ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഏതോ ഒരു വകുപ്പ് 118 എന്ന് പറഞ്ഞൊരു വകുപ്പ്, ഞാൻ പിന്നെ അറിയുന്നില്ല, 118 എന്ന് പറഞ്ഞൊരു വകുപ്പ് ചേർത്തിട്ട് എന്നെ വിടുകയാണ്. 118 എന്ന് പറയുമ്പോഴേക്കും കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ്. പല രീതിയിലുള്ള ശല്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് ശല്യം ഉണ്ടാക്കുക, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക, സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത രീതിയിൽ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തുക, ഇങ്ങനെയൊക്കെ എത്തുന്ന ആൾക്കാർക്കെതിരെ ഇടുന്ന ഒരു സെക്ഷനാണ് 118. അതിപ്പോൾ പോലീസുകാർക്ക് അവരുടെ സൈഡ് റെഡിയാക്കാൻ ഈ സെക്ഷനൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് ഇടാൻ പറ്റിയ 2 സെക്ഷനിൽ ഒന്നാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കേസെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 118 ഒക്കെ ഇട്ട് കേസെടുക്കാം. പക്ഷേ ഇയാളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയ സ്ഥിതിക്ക് പോലീസുകാർ പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. ഇയാളിപ്പോൾ സെക്ഷൻ 118 ഇടണമെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പോലീസുകാരുടെ ഭാഗത്തുണ്ടല്ലോ. അതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി ഉറപ്പാണ്ടിയുള്ള ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ടുണ്ടാവും. പ്രശ്നമാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലായാലും ഇയാളിപ്പോൾ വെള്ളമടിച്ച് ബോധമില്ലാതെ ചെന്ന് കയറിക്കൊടുത്തതാണ്, അല്ലെങ്കിൽ ബോധത്തോടെ കയറിക്കൊടുത്തതാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സദ്യ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചൂടെ എന്ന് ചോദിക്കാമെങ്കിലും ഇയാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാർ ചെയ്ത് ശരിയായില്ല. പിന്നെ ഏത് രീതിയിൽ ഇയാൾ ബിഹേവ് എന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പോലീസുകാർ സാധാരണ രീതിയിൽ പറയുന്ന എവിടെ സദ്യ ഒന്നുമില്ല മോനെ, പോന്നൊക്കെ പറയുന്നത് പോടാ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതെന്തോ സാറേ എനിക്കൂടെ സദ്യ തന്നാൽ, കാരണം തലക്ക് വെളിവില്ലല്ലോ, ഫോൺ പോയ കാര്യം പോലും പുള്ളിക്ക് ഓർമ്മയില്ല എവിടെ പോയെന്നുള്ളത്. ഇപ്പൊ മിക്കവാറും അടിച്ച് വീലയുടെ ചെന്നിരിക്കുന്നെങ്കിൽ അതെന്താ സാറേ എനിക്കും കൂടി സദ്യ വിളമ്പേലെന്ന് ചോദിച്ചിട്ടുണ്ടാവും. എന്നാ വാടാ നിനക്ക് സദ്യ തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഊഷിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്താൽ തന്നെ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അയാൾ ഉപദ്രവിക്കേണ്ട രീതിയിലുള്ള പ്രശ്നമൊന്നും പുള്ളി അവിടെ കാണിച്ചിട്ടില്ലല്ലോ. അയാൾ മദ്യപിച്ച് വെളിവില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ പിടിച്ചവിടെ ഇരുത്താം, ലോക്കപ്പിലിടാം, കേസെടുക്കാം, വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിച്ചു വരുത്തിട്ട് അയാളെ പറഞ്ഞോടാം, അത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അതേപോലെ അയാൾ പരിപ്പ് ചോദിച്ചപ്പോൾ അതിനടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആള് ലെവലില്ലാതെ ഇരിക്കുകയാണെന്നുള്ളത്. ഉള്ളതൊക്കെ വെച്ച് കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടാൽ മതി. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുള്ള കാര്യം അയാൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇയാൾ സ്വബോധത്തിലല്ല ഹോട്ടലാണെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് എന്തുണ്ട് ഇടിയും കുത്തും, എന്നാൽ 2 ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് ചോദിച്ചതും പരിപ്പ് കറി ചോദിച്ചതും ഒക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.